ആര് സാക്ഷ്യം പറഞ്ഞാലും ആര് തെളിവ് തന്നാലും ഇവനെ ഞാൻ ഇനി വിശ്വസിക്കില്ല. എങ്ങനെയാ നിത്യേച്ചി അമ്മയ്ക്ക് പോലും മനസ്സിലാവാത്ത ഈ മനുഷ്യനെ നിത്യേച്ചി മനസ്സിലാക്കാൻ പോകുന്നേ? ஐயா என்னையா இதெல்லாம் எல்லா நேரம் எல்லாரையும் தொந்தரவு பண்ணிட்டே இருக்கு. போடா. കഷ്ടം. വേണമെങ്കിൽ ജീവനുള്ളവരെ കുഴിച്ചു മൂടുന്ന് പറഞ്ഞതല്ലേ? അമ്മയോട് എന്താ പറയാതിരുന്നത്? എന്താ അമ്മയെ കുഴിച്ചു മൂടാതിരുന്നെന്ന്? അങ്ങനെയൊക്കെ ചെയ്യാനേ കൈ വിറയ്ക്കും. ആണത്തം കാണിക്കാൻ തോന്നുന്നത് എന്നോട് എന്റെ കുടുംബത്തിനോടോ? അത് ഞങ്ങക്ക് ഗതിയില്ലാത്തതുകൊണ്ടല്ലേ? ഒരു കാര്യം ഓർത്തോ, അഹങ്കാരത്തോടെ പറയുന്ന നട്ടലിനും ചങ്കൂറ്റുണ്ടല്ലോ, അതാ ഇപ്പൊ തകർന്ന് താഴെ വീണത്. എന്നേക്കായിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തായനെ. അമ്മയെ ഓർത്ത ഈ ഒരു തവണ കൂടി ഞാൻ വിട്ടുവീഴ്ച ചെയ്തത്. ഇനി നമുക്ക് നേരിട്ട് കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏട്ടൻ നിത്യമോളുടെ അടുത്തേക്ക് ചെല്ലാന്ന് പറഞ്ഞപ്പോ അവളത് വേണ്ടാന്ന് പറയുന്നെങ്കിൽ എത്രമാത്രം പേടിക്കുന്നുണ്ടാവും എന്റെ കുട്ടി. ഏട്ടന് നല്ല സങ്കടമായിട്ടുണ്ട്. അതൊക്കെ അവര് പരസ്പരം അച്ഛനും മോളും പറഞ്ഞു തീർത്തോളും. പക്ഷേ എത്ര കാലം ഇങ്ങനൊരു അവസ്ഥയിൽ നിത്യമോളെ നിർത്താൻ പറ്റും? സുജാതയും ഭർത്താവൊക്കെ. അമ്മ എന്തായി പറയുന്നത്? ഭർത്താവ് നല്ലതല്ലെങ്കിൽ ചുറ്റുമുള്ളവർ നല്ലതല്ലെന്ന് അമ്മ എന്തിനാ ചോദിക്കുന്നത്? അച്ഛാ, നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടാൻ മടിച്ചിരിക്കുന്നത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏട്ടൻ പറഞ്ഞത് ശരിയാ. നമ്മൾ ആരും ഒന്നും ചോദിക്കാതിരിക്കുമ്പോ നമുക്ക് പേടിയാണ് വല്യച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി കൊണ്ടാണെന്ന്. അതിനനുസരിച്ച് ദ്രോഹവും കൂടും. ദേ പിള്ളേരെ, നിങ്ങൾ മനസ്സിൽ തോന്നിയ പോലെ എടുത്തു ചാടരുത്. ഈ വിവാഹബന്ധം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങനെ തട്ടിത്തെറിപ്പിക്കാനും കൂട്ടിപ്പിടിപ്പിക്കാനും പറ്റുന്നതല്ല. അതെ, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാളെ ഏട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിപ്പോ അച്ഛനെ കൊണ്ട് മാത്രമേ പറ്റൂ. അല്ലെങ്കിലും ഈ രഹസ്യത്തിന് ഒരുപാട് കാലം ഒന്നും ഒളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ അച്ഛാ. എന്തായാലും വെല്ലിച്ചൻ അറിയൂ ഇത്. അപ്പൊ പിന്നെ ഇതൊരു ഷോക്കായിട്ട് അറിഞ്ഞ് എന്തെങ്കിലും സംഭവിക്കുന്നതിനേക്കാൾ നല്ലത് പ്രശ്നങ്ങളുണ്ടെന്ന് വെല്ലിച്ചോണ്ട് പറയുന്നല്ലേ. എന്തായാലും അത് വേണം. സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങുമ്പോ പേടിയാ. നാളെ നേരം വെളുക്കുമ്പോ എന്തെങ്കിലും ദുരന്ത വാർത്ത നമ്മളെ തേടി വന്നാലോന്ന്. നീ ഒന്നും മിണ്ടാതിരുന്നേ. അവന്റെ രീതികൾ കണ്ടാ ഈ പറഞ്ഞൊന്നും തെറ്റല്ല. എടി, എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു. എന്നെ കൈകാര്യം ചെയ്യൂന്നും പറഞ്ഞു. അത്രയൊക്കെ എന്നോട് കാണിക്കുന്നുണ്ടെങ്കിൽ നിത്യമോളോട് കാണിക്കുന്ന എന്തായിരിക്കും? നിത്യമോളുടെ കാര്യം ഇനി അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ.
എഴുതാൻ വയ്യ. പ്രത്യേകിച്ചൊന്നുമില്ല. ജീവിതത്തിന്റെ തിരക്ക് കൂടി വരികയാണ്. മനസ്സൊന്ന് സ്വസ്ഥമാക്കിയിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് പറ്റുന്നില്ലെന്നുള്ളതാ സത്യം. എല്ലാം തുറന്നു പറയാൻ ഒരു സുഹൃത്ത് എവിടെയോ ഉണ്ടെന്ന് തോന്നലാണ് പേനയും പേപ്പറും എടുക്കുമ്പോൾ. കത്ത് ഇടയിലൊന്ന് മുറിഞ്ഞു. ജീവിതം പോലെ തന്നെ പൊരുത്തപ്പെടലുകളുടെ ആകത്തുകയാണല്ലോ നമ്മുടെ ജീവിതം. അവിടെ പലതും നമ്മുടെ മനസ്സിന്റെ തടവറയിൽ പൂട്ടിയിടേണ്ടി വരും. അതൊരിക്കലും പുറത്തിറങ്ങാതെ നോക്കേണ്ടിയും വരും. അടച്ചുപൂട്ടലുകളിൽ നിന്ന് സ്വതന്ത്രമായൊരു ജീവിതം എന്നെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ തരം തടവുകളാണ് ജാതിയുടെ, മതത്തിൻ്റെ, പണത്തിൻ്റെ, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയി പോകുമെന്ന് സംശയം തോന്നിപ്പോ എനിക്ക്. ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? സങ്കടങ്ങൾ പെരുമഴയായിട്ട് പെയ്തുകൊണ്ടേയിരിക്കുമ്പോഴും ആ മഴനൂലുകൾക്കപ്പുറത്ത് പ്രതീക്ഷകളുടെ ഒരു തിരിവെട്ടമുണ്ടാവും. അതാണ് അയാളുടെ ശ്വാസം പോലും. പിന്നെ ഒരിക്കലും എല്ലാം വിശദമായിട്ട് എഴുതാം. ജീവിതം എന്നെ വല്ലാതെ ഞെരുക്കുന്നു എന്ന് തോന്നിയാൽ ഈ കത്തിലൂടെ മാത്രമല്ലേ എനിക്കിതൊക്കെ പറയാനാവൂ. ഈ കത്തും ഇതിലെ വരികളും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സൗഹൃദം എന്നും ഇങ്ങനെ തുടരട്ടെ. ചൊല്ലി എൻ മനസ്സ് കൂടെയില്ലേ, ശ്വാസനിശ്വാസങ്ങൾ പോലെ ജീവനുള്ളിൽ. ആരുമില്ലെന്നാരു ചൊല്ലി എൻ മനസ്സു കൂടെയില്ലേ, ശ്വാസനിശ്വാസങ്ങൾ പോലെ ജീവനുള്ളിൽ. പകലായി ചിറകുനീർത്തും രാത്രിയാകും ഞാൻ. ശിലകൾക്കുള്ളിൽ നീരുറവ കണ്ടു ഹൃദയം, ഏകാന്ത ശിലകൾക്കുള്ളിൽ അലിവുകൾ കണ്ടു ഞാൻ. ചേച്ചി, ഇന്നല്ലേ സുജാത ആന്റിയുടെ വെഡിങ് ആനിവേഴ്സറി? പോകുന്നില്ലേ? പോണം. അതെന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ? അതിന്റെ കാരണം നിനക്ക് അറിഞ്ഞൂടെ? ജീവനുള്ളിടത്തൊരു ഫംഗ്ഷന് പോവാന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യ. പക്ഷേ സുജാത ആന്റി അവരെ പറഞ്ഞയച്ചതല്ലേ, പിന്നെ ഇവിടെ ഒന്ന് നേരിട്ട് വിളിക്കുകയും ചെയ്തു. ആന്റിയുടെ നിത്യയുടെ മുഖം ആലോചിക്കുമ്പോ പോവാതിരിക്കാൻ തോന്നില്ല. എന്നാലും ഒരു മടി. നമ്മളിവിടെ ഉണ്ടായിട്ടും ചെന്നില്ലെങ്കിൽ ആന്റിക്ക് വിഷമാവേ. എന്നാ നമുക്ക് പോയേക്കാം. നീ അവന്മാരും കൂടി വിളിച്ചോ. ഓക്കെ. വേഗം റെഡിയാവണം കേട്ടോ. ശരി. മനു, ഇന്ന് ഫംഗ്ഷന്റെ ഇടയിൽ ജ്യോതിയോട് കാര്യം പറയുമോ നീ? അന്ന് എഴുത്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. എന്താടാ
ജ്യോതിയോട് എനിക്ക് ഇഷ്ടമുണ്ടോ എന്ന് നീ ചോദിച്ചു. അവളുടെ ആങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാ അവളോടുള്ള താല്പര്യം നീ എന്നോട് എക്സ്പ്രസ് ചെയ്തത്. പക്ഷേ അത് നിനക്ക് വേണ്ടി അവളോട് പറയാവുന്ന ഏറ്റതു മുതൽ എൻ്റെ മനസ്സൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടി. എന്തു പറ്റി? ഞാൻ എത്ര ശ്രമിച്ചിട്ടും നിന്റെ ഇഷ്ടം അവളോട് പറയാൻ എനിക്ക് പറ്റിയില്ല. സോ ഞാൻ എന്നോട് തന്നെ അതിൻ്റെ കാരണം തിരക്കുമല്ലോ. അപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. ചില കാര്യങ്ങൾ നമ്മളെ വിട്ടുപോകുമ്പോഴാ അതിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. നിനക്ക് മറ്റൊന്നും തോന്നരുത്. ജ്യോതി മറ്റൊരാളുടെ സ്വന്തമാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എടാ, അതേടാ, എൻ്റെ മനസ്സിലെ കൺഫ്യൂഷന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഐ എം ലവ് വിത്ത് ഹർ. ഞാൻ നിനക്ക് പ്രതീക്ഷകൾ തന്നു. ഞാൻ നിന്നെ സ്വപ്നങ്ങൾ കാണിച്ചു. എന്നിട്ട് ഞാൻ സെൽഫിഷായി. എടാ മണ്ട, ഈ ഒരു കാര്യം എന്നോട് പറയാൻ വേണ്ടി നീ ഇത്രയും ചുറ്റി കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ സ്വാഭാവികമല്ലേ? നിങ്ങൾ എത്രയോ സംസാരിച്ചിരിക്കുന്നു, എത്രയോ വട്ടം കണ്ടിരിക്കുന്നു, എത്രയോ വിലപിടിച്ച പ്രശ്നം അവൾ നിനക്ക് തന്നിരിക്കുന്നു. അപ്പൊ ഇത് നാച്ചുറലാ. പിന്നെ എന്റെ കാര്യം, എടാ നീ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. വല്ലപ്പോഴും നീ എന്റെ ഫീസ് അടയ്ക്കുന്നു, നീ അധ്വാനിക്കുന്ന പൈസയെന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചെലവ് ചെയ്യുന്നു. ഇതൊക്കെ ഒറ്റയടിക്ക് മറന്നു കളയാൻ പറ്റൂടാ. എടാ, എന്റെ ഇഷ്ടവും ഞാൻ എഴുതിയ കത്തുമൊക്കെ നമ്മൾ തേച്ച് മാച്ച് കളഞ്ഞു. ഇനി ജ്യോതിയുടെ ഇഷ്ടവും ജ്യോതിയൊക്കെ നിന്റെതാടാ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇനി ഇത് മനസ്സിൽ വെച്ചോണ്ട് നടക്കാൻ പാടില്ല. കാരണം കുറെ നാൾ കഴിയുമ്പോ ഞാനിത് അറിഞ്ഞല്ലോ മനുവെന്ന് ജ്യോതി പറയാൻ പാടില്ല. മനസ്സിലായോ? ഞാൻ ഇന്ന് തന്നെ പറയും. നീയാടാ റിയൽ ഫ്രണ്ട്. ഇനി നിങ്ങളെ ഒന്നിപ്പിക്കുന്ന എന്റെ ലക്ഷ്യം. അതിന്റെ ഇടയിൽ അവളുടെ ആംഗളവട്ടം കയറിയുണ്ടല്ലോ, അടിച്ച് ഞാൻ അവന്റെ പരിപ്പെടുക്കും. ആ, നീ റെഡിയാവും. നീ എന്നെ ഭംഗിയായിട്ടങ്ങ് തേച്ചു. അവളെ ഞാൻ മോഹിച്ചെങ്കിൽ ഞാൻ തന്നെ അവളെ സ്വന്തമാക്കും. അതാടാ എന്റെ തീരുമാനം. അയ്യേ, என்ன சார்? சார் சார் இன்னைக்கு சந்தோஷமுள்ள தினம் தானே? என்ன சார் மூஞ்சி இப்படி வச்சிருக்கே? എന്റെ മുഖത്തിന് എന്താ കുഴപ്പം? சிரிக்குங்க சார். இந்த மாதிரி ஃபங்க்ஷன் எப்போதும் கிடைக்குமா? சிரிங்க சார். നീ നിന്റെ കാര്യം നോക്കിയാ മതി. என்ன சார்? ഇതെന്താ പരിപാടി? കുറെ നേരമായല്ലോ, ഇതുവരെ കഴിഞ്ഞില്ലേ? கொஞ்சம் கூட தான் இருக்கு சார், கொஞ்சம் கூட. എടാ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? இருக்கட்டும் சார். എടാ ജീവ, അടുത്ത വർഷം മുതലേ നിങ്ങളുടെ വിവാഹ വാർഷിക ഇതിനെയൊക്കെ കെങ്കമായിട്ട് ആഘോഷിച്ചോളണം. ഓ, എനിക്കിതിനൊന്നും താല്പര്യമില്ല. പിന്നെ നിനക്ക് എന്തിലാണാവോ താല്പര്യം? രഘുവേട്ടന്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞോ? എനിക്ക് എന്തോന്ന് ഒരുക്കോടോ. താൻ എടുത്തു തരുന്ന ഡ്രസ്സ് ഇടുക, നേരെ ഇങ്ങോട്ട് പോരുക. ഉവ്വ് ഞാൻ നേരത്തെ കണ്ടിരുന്നു കണ്ണാടിയുടെ മുമ്പിൽ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്നത്. அங்கேயா சார்? അതെ അതെ, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. அப்புறம் சார் തന്റെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിലേ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണ്ടേ? ആള് നല്ല സുന്ദരനായിട്ടുണ്ട് അല്ലേടാ ശരവണ? சார் எப்போதும் இந்த மாதிரி தான், உதிச்ச சூரிய மாதிரி. ഓ,
താങ്ക്സ് റാ ശരവണ. എന്നെ ഉണ്ട് സാർ. നമ്മളെയൊക്കെ പുകഴ്ത്താനും ആരെങ്കിലും കൊണ്ടല്ലോ. ആ ഇതുകൊണ്ടാണ് എത്രാമത്തെ വിവാഹ വാർഷികയാണെന്ന് കേക്കിലും മറ്റും എഴുതണ്ടെന്ന് ഞാൻ പറയാറുള്ളത്. അല്ല ഏതുകൊണ്ട്? താനിങ്ങനെ നിത്യേന ചെറുപ്പായിട്ട് വരുന്നുണ്ട്. ഈ കേക്കിനകത്ത് വർഷം കിടക്കുന്ന കണ്ട ആളുകൾ ഞെട്ടിപ്പോയില്ലോടും. ആമാ ശരിയാണ് സാർ. മാഡവും നിത്യ മാഡവും ജ്യോതി എല്ലാം ഒരുമിച്ച് പോണ കണ്ട സേസി അനിയത്തി എല്ലാം പോണ മതിരുത്തായി. ശരവണ ഓവറാക്കല്ലേ. എന്നാ മന്നേറ്റം പേசுற. വാ വാ. അമ്മേ, ഈ നിത്യേച്ചിയുടെ കോലം കണ്ടോ? ഒന്ന് ഒരുങ്ങാൻ പറഞ്ഞ കേക്കണ്ടേ? എന്തു പറ്റി മോളെ? എന്താ മേക്കപ്പ് ഇടാതിരുന്നത്? എനിക്ക് മേക്കപ്പ് ഒന്നും വേണ്ടമ്മേ, അലർജിയാ. എന്ന് കരുതി പൂർണ്ണമായിട്ട് വേണമെന്നൊന്നുമില്ല. കുറച്ച് മേക്കപ്പ് ഒക്കെ ആവാലോ. ഈ നാട്ടിൻപുറത്തൊക്കെ ചെയ്യുന്ന ഒരു രീതികളുണ്ട്. വേണ്ട അച്ഛാ, ഇത് മതി. മോളെ, അത്യാവശ്യമായിട്ടൊന്നും ഒരുങ്ങുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെന്ന് ബോധമില്ലാത്തവര് പറയും. പക്ഷേ ബോധമുള്ളവര് മറിച്ച ചിന്തിക്ക. തൽക്കാലം അച്ഛനും അമ്മയ്ക്ക് നല്ല ബോധമുണ്ട് അല്ലേടൂ? അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികത്തിന് വരുന്നവര് ഞങ്ങളെ കാണുന്നതും പുകഴ്ത്തുന്നതും അതൊരു ചടങ്ങ് മാത്രമാണ്. പക്ഷേ എന്റെ ഈ 2 മക്കളെയും കണ്ടിട്ട് അവര് നല്ല വാക്ക് പറഞ്ഞ അതാണ് അമ്മയ്ക്ക് സന്തോഷം. അതുകൊണ്ട് പോയി നന്നായിട്ട് ഒരുങ്ങിയിട്ട് വാ. എന്റെ മേക്കപ്പ് ബോക്സ് മണ്ണിലടി പോയതുകൊണ്ട് ഞാൻ സാറേച്ചിയുടെ മേക്കപ്പ് ബോക്സാ വാങ്ങിച്ചത്. സാറേച്ചിയുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഓർഗാനിക്കാ. അതിന് അലർജി ഒന്നുമില്ല. അതെ, എന്റെ ബലൂൺ തീർന്നു. ഞാൻ പോയി എടുത്തോണ്ട് വരാം. നിത്യേച്ചി വാ. അമ്മ നിലമ്മ கொஞ்சம் வேலை இருக்கீங்க. അവര് പൊയ്ക്കോട്ടെ ശരവണ. എന്താ ജോലിന്ന് വെച്ചാ ഞാൻ രഘുവേട്ടനും കൂടി ചെയ്യാം. அம்மா உங்களுக்கு 2 பேருக்கு இன்னைக்கு பெரிய நாள். அதனால இங்க இருக்கிற டோட்டல் வேலையெல்லாம் நாங்க மட்டும்தான் பண்ணும். இல்ல நித்யா மேடம்? ശരവണം പറഞ്ഞാ മതി, നമുക്ക് ചെയ്യാം. ஓகே அம்மா. നീ മേക്കപ്പ് ഇടുന്ന ലാസ്റ്റ് ഫംഗ്ഷനായത്. ഇനി നിന്റെ ജീവിതത്തിൽ അതുണ്ടാവില്ല.